പേപ്പർ ബാഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പേപ്പർ വേണം, പിന്നെ സിസേഴ്സ് വേണം, പേപ്പർ ഗ്ലൂവും വേണം, പിന്നെ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ഒരു സ്കെയിലും വേണം. ഇപ്പോൾ നമ്മൾ ഇന്നൊരു പേപ്പർ ബാഗാണ് ഉണ്ടാക്കി നോക്കാൻ പോണത്. ആദ്യം നമ്മളൊരു പേപ്പർ എടുക്കുക. അത് ഇപ്പോൾ നമ്മൾ ഏത് മെഷർമെൻറ്റാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിള് മെഷർമെൻറ്റിൽ വേണം വിട്ടെടുക്കാനായിട്ട്. എന്നിട്ട് ആ പേപ്പറിനെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് മറ്റേ സൈഡിൻ്റെ മേളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതെടുത്തിട്ട് അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പേപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യണേ. ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടും. രണ്ട് സൈഡിലും ഒരു ഹോളായിട്ടുള്ള ഇത് കിട്ടും. അത് ഒന്നും കൂടെ താഴ്ത്തുനിന്നും 2 സെൻറ്റിമീറ്റർ എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ മേളിൽ നിന്നും 2 സെൻറ്റിമീറ്റർ എടുത്ത് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഒരു സൈഡ് മാത്രം മതി ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ. അത് കട്ട് ചെയ്യണതിന് മുമ്പ് ആദ്യം 2 എഡ്ജസും ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം ഒരു സൈഡ് കട്ട് ചെയ്ത് കളയാനായിട്ട്. എന്നിട്ട് മറ്റേ കട്ട് ചെയ്യാത്ത ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് ഇതൊന്നും ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതും ഒരു പോർഷൻ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യണമെന്നില്ല. ഇതിങ്ങനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പേപ്പർ ബാഗ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏത് മെഷർമെൻറ്റിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡബിള് വിട്ടെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പേപ്പർ ബാഗാണിത്.